നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഹാപ്പി ഓണം എല്ലാവർക്കും തിരുവോണം ആശംസകൾ. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യവും നിങ്ങൾക്ക് ബ്ലെസ്സിങ്ങും നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നടക്കാനും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഒരു സമയത്ത് ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിച്ചിരിക്കാം. ഓക്കെ, എന്നാലും ഒരു ചെറിയ റീഡിങ് ഞാൻ ഇടുന്നുണ്ട് ഇന്നത്തെ ദിവസം, ഓണം ദിവസമായിട്ട്. എന്തായാലും നിങ്ങൾ കാണുമെന്നറിയില്ല, എത്ര എല്ലാവരും തിരക്കായിരിക്കും അല്ലേ. എന്നാലും സാറില്ല, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു ചെറിയ റീഡിങ്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ സോളിൽ നിന്ന് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഫ്രം ദെയർ സോൾ ടു യുവേഴ്സ്. ഓക്കെ, നമുക്കൊരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ നോക്കാം. ഓക്കെ, അതായത് ഫ്രം യുവർ പേഴ്സൺ സോൾ ടു യുവർ സോൾ. ഓക്കെ, ഒരുപാട് ചാടുന്നു. സോൾ ടു സോൾ ഒരു കോൺവെർസേഷൻ വരികയാണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്താണ് ഇവിടെ? ഹാർട്ട് സ്ട്രിങ്. Okay, gifts of love and awakening. Okay, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം, പറയാം ഞാൻ. ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഡ്രീം കം ട്രൂ. ബ്യൂട്ടിഫുൾ. അസെൻഷൻ വീണ്ടും വന്നു, വെരി നൈസ്. ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഈ സിറ്റുവേഷൻ വിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളങ്ങോട്ട് അധികം സംസാരിക്കുന്നില്ല എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേര് മേ ബി നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്കിതിനി വേണ്ട എന്ന് പറഞ്ഞ് കാണാം. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റീഡിങ്, എൻ്റെ റീഡിങ്സ് നിങ്ങൾ കുറേ ആയിട്ട് കാണുന്ന ആൾക്കാരിൽ ആ മാറ്റങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കളക്റ്റീവിൽ ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എനർജി നമുക്ക് എപ്പോഴും വരുന്നത്. ഐ തിങ്ക് ഇവിടെ മെജോറിറ്റി കുറേ പേരെങ്കിലും ഹീലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു കോ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറി വരുന്നുണ്ട്. സോ അതിൻ്റെ എനർജിയാണ് ഇവിടെ എനിക്ക് മെയിൻലി പിക്ക് ചെയ്യുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിട്ട് പോയതായിരിക്കാം, ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ നിങ്ങളുടെ എനർജിയാണ് ഇത് വരുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇവിടെ വളരെയധികം കൺഫ്യൂഷനാണ്. അൺഷുവർ അബൌട്ട് യുവർ പാർട്ട്ണർ, ഇമോഷണലി കൺഫ്യൂസ്, മിക്സ് സിഗ്നൽ. നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റി തരുന്നില്ല, നിങ്ങൾക്കൊരു സ്ഥിരമായിട്ട് അവർ നിൽക്കുന്നില്ല റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ ചില സമയത്ത് അറ്റാച്ച്മെൻറ്റ് കാണിക്കും, ചില സമയത്ത് മാറി നിൽക്കും. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ നടക്കുന്നത് അല്ലേ. സോ ആ ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് മടുത്ത് കാണും, നിങ്ങൾ ഇവിടുന്ന് വിട്ട് മാറുന്ന രീതിക്ക് ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. സോ ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, നമുക്ക് ബാക്കി പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മതിയായി നിങ്ങൾക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് that അവർ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുകയാണെന്ന്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്നു നിങ്ങളെ, അല്ലെങ്കിൽ ഒരു തരം അതായത് നിങ്ങൾ അങ്ങോട്ട് പുറകെ പോകണമെന്നായിരിക്കും, അവരിങ്ങോട്ട് കൂടുതലും അറ്റാച്ച്മെൻറ്റ് കാണിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അടുക്കുമ്പോൾ അവർ മാറി നിൽക്കുക, അങ്ങനെ പലതും ചെയ്യുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ശരിക്കും ഒരു സാഡ് ഫീലിംഗ്, നിങ്ങൾ ആദ്യമൊക്കെ വളരെയധികം നിങ്ങൾ ഓവറായിട്ട് വിഷമിച്ച് കാണും. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ അതിൽ നിന്ന് ലേശം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഇനി ഇത് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന രീതിക്ക് നിങ്ങളൊരു ലെവലിലെത്തിയ പോലെയാണ്. നിങ്ങളെ വെച്ച് കളിച്ച് എന്ന രീതിക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇമോഷൻസിനെ മേ ബി വേദനിപ്പിച്ചു നിങ്ങളെ, അല്ലെങ്കിൽ ഇമോഷൻസിന് വാല്യൂ തന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്തവർക്ക് നിങ്ങൾ ആ സ്റ്റേജ് എത്താൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ പേഴ്സൺ നിങ്ങളെ വീണ്ടും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങളായിട്ട് തുടങ്ങാം. ഓക്കെ, പേഴ്സൺ വിട്ട് മാറിയോ പോയോ എന്നുള്ളതല്ല, നിങ്ങളായിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ലീവിങ് ഇത് വന്നിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വെച്ച് നിങ്ങൾ നിൽക്കുന്നു, അധികം അങ്ങോട്ട് പോകുന്നില്ല, അത് ഒരു ചെറിയ ഗ്യാപ്പ് വെച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെയിൻ റീഡിങ് നിങ്ങൾക്കാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവേക്കനിങ് ആൻഡ് അസെൻഷൻ രണ്ടും കാണുന്നുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ഓഫ് ദ ഹാർട്ട്, സ്പിരിച്വൽ ആക്ടിവേഷൻ, ട്വിൻ ഫ്ലെയിം അസെൻഷൻ, കണ്ടോ കണക്ട് ചെയ്തു ഇവിടെ അസെൻഷൻ, റിസോൾവിംഗ് ദ പാസ്റ്റ്, ഓവർകമ്മിങ് ഇമോഷണൽ ബ്ലോക്ക്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. സ്പിരിച്വൽ ആക്ടിവേഷൻ, സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് യെസ് നിങ്ങൾ സ്പിരിച്വലി അലൈൻഡ് ആവുന്നുണ്ട്, നിങ്ങൾ കുറെ കൂടി സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് വരുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ദാറ്റ് ഈ ഒരു നിങ്ങൾ സെൽഫ് വാല്യൂ, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ, അവിടെ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ശരി, അത് നമ്മൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്, ഇത് എനിക്ക് ശരിയല്ല എന്ന രീതിക്ക് നമ്മുടെ സോളിന് ശരിയല്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവേക്കനിങ് വന്നിട്ടുണ്ടാവും, നിങ്ങളിത് കടന്നു പോയി കാണും. സോ ഇപ്പോൾ പേഴ്സണിൽ അവേക്കനിങ് വരുന്നു. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്, അവരിൽ സ്പിരിച്വൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇനി നിങ്ങളെ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നവർക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് തോന്നുന്നത് അതായത് നിങ്ങളെ വിട്ടുപോകുമോ എന്ന ഒരു പേടിയുണ്ട് അവർക്ക്. കാരണം വേറൊന്നുമല്ല, ഇപ്പം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് ഒരു ശരിക്കല്ല ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ ശരി എനിക്ക് പ്രശ്നമല്ല നിങ്ങളിരുന്നോ എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ
ആ ഒരു രീതിക്ക് നിങ്ങളുടെ മാറ്റം ഓക്കെ ഇനി അവർക്ക് നിങ്ങളോട് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവർക്കറിയാം. ഓക്കെ, ഇനി അങ്ങനെ നിങ്ങളെ ഒരു ഹിറ്റ് ഇതാക്കാൻ പറ്റില്ല, നിൽക്കുകയാണെങ്കിൽ ശരിക്കും നിൽക്കണം അല്ലേ, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മേ ബി ഇനി ഒരു മാനിപ്പുലേഷൻ നിങ്ങളുടെ അടുത്ത് നടക്കില്ല എന്ന രീതിക്ക് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് മെയിൻലി ഇപ്പോൾ അവർ ചേഞ്ചസ് വരുന്നുണ്ട് അവർക്ക്. ഓക്കെ, ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലെങ്കിൽ നിങ്ങൾ കാണും. ഓക്കെ, അത് നിങ്ങളുടെ അഗൈൻ ഞാൻ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക, നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആവുക. ഓക്കെ, സോ ഇവിടെ token of affection, giving and receiving, embracing what you have, future plans, making plans together, envisioning your future, taking step towards goals, ഡ്രീം കം ട്രൂ. ഇത് ഞാനെല്ലാം ഗെറ്റിംഗ് ദ ലവ് യു വോണ്ട്, ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ്, ഹാവിങ് ഫൺ ടുഗെദർ. ഓക്കെ, മാറ്റം എന്താണ് വരുന്നത്, എന്ത് മാറ്റമാണ് പേഴ്സണൽ വരുന്നത്? അവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് വരാനുള്ള സാധ്യതയാണ്. ഗിഫ്റ്റ് ഓഫ് ലവ് ആണ് കാണുന്നത്. സോ അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അവർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്നേഹത്തോടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, അവർ അതായത് ഇനി മുന്നോട്ട് എന്താണ് നമ്മൾ തമ്മിൽ വേണ്ടത് എന്നവർ ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ എഫേർട്ട് എടുക്കാനൊക്കെ അവർ തയ്യാറാവുന്ന രീതിയിലാണ്. ഡ്രീം കം ട്രൂ ഉണ്ട്. സോ നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ ബന്ധത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബട്ട് അഗൈൻ ഓർത്ത് വയ്ക്കാം, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് മാച്ച് ആവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ നിൽക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്കിനി മാറ്റർ അല്ല, എനിക്കിനി ഈ പേഴ്സൺ എന്നെ ചൂസ് ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് നിങ്ങൾ എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പോഴേ ആ പേഴ്സൺ ചില തിരിച്ചറിവുകൾ അവർക്ക് വരുള്ളൂ, അപ്പോഴേ അവർക്ക് റിയലൈസേഷൻസ് വരുള്ളൂ. ആൻഡ് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഒരു ലെവലിലേക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ കാണാം. അവർ നിങ്ങളുടെ പുറകെ വരും. ഓക്കെ, അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ട് കളയാൻ തയ്യാറല്ല എന്ന് പറയും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാക്സിമം അവർ എഫേർട്ട് ഇടുന്നത് അതിനൊക്കെ അവർ ശ്രമിക്കും. ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസ് കുറച്ച് പേർക്ക് ആക്ച്വലി ഇവിടെ ഡ്രീമുണ്ട്, ഇവിടെയും ഡ്രീമാണ്. സോ യെസ്, നിങ്ങളുടെ ഒരു സ്വപ്നം ഫലിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു ആഗ്രഹം പോലെ ഓക്കെ നിങ്ങൾ ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്ന രീതിയിലാണ് കാണുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കോഡിപെൻഡൻസി കുറയുമ്പോൾ അപ്പോഴാണ് ആ പേഴ്സൺ തിരിച്ചറിയാതെ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അപ്പോഴാണ് അവർക്ക് വരിക. ഓക്കെ, അപ്പോഴാണ് അവർക്ക് ഈ ഒരു സ്പിരിച്വൽ ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള ആ സ്പിരിച്വൽ കണക്ഷനാണ്, നിങ്ങൾ തമ്മിലുള്ള ആ സോൾ ബോണ്ട് അങ്ങനത്തെ ആണ്. അതുകൊണ്ടാണ് അവർക്കും അങ്ങനെ നിങ്ങളെ നഷ്ടപ്പെടാൻ പറ്റില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തിരിച്ചറിവ് അവർക്ക് വരില്ല. എപ്പോൾ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ആകുമ്പോൾ, സെൽഫ് ലവിൽ നിങ്ങൾ നിൽക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് അപ്പോഴാണ് അവരെ ഭാഗത്തുനിന്ന് ആ തിരിച്ചറിവ് വരാം. ഓക്കെ, സോ ഇനി അവർക്ക് ആ ഒരു കളിക്കൽ നടക്കില്ല എന്നുള്ളത് മനസ്സിലാവും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സോ യെസ്, അവർ സോള് പറയുന്നത് നിങ്ങളോട് എന്താണെന്ന് ചോദിച്ചാൽ അവരിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിപ്പോൾ ഏത് രീതിയിൽ എന്നുള്ളത് ഞാനിവിടെ സിറ്റുവേഷൻ നമ്മൾ ഓരോന്നായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയായാലും ഓക്കെ അതിൽ അവർ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റോടെ നിൽക്കാനുള്ള മാക്സിമം അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, നമ്മുടെ മെസ്സേജ് ഇതാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ഓണം. നല്ലോണം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക, പായസമൊക്കെ കുടിക്കാം. ആക്ച്വലി ഇത് വരുമ്പോൾ ഈ പോസ്റ്റ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവിടെ ഓക്കെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ എന്നെ ഓർക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.